ഒരു വ്യക്തിയുടെ മുന്നോട്ടുള്ള പാതയിൽ, വിജയപാതയിൽ ഏറ്റവും തടസ്സമായി നിൽക്കുന്ന ഒന്നാണ് മടി. അപ്പോൾ മടി നിങ്ങളുടെ ശത്രുവാണോ? തീർച്ചയായും മടി നമ്മളുടെ ശത്രുവാണ്. ഒരു വ്യക്തിയുടെ വ്യക്തിപരമായ വികസനത്തിന് ഏറ്റവും അധികം തടസ്സമായി നിൽക്കുന്നത് മടിയാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന, നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യസ്ഥാനത്തെത്തുവാൻ മടിയുള്ള ഒരാൾക്ക് ഒരിക്കലും സാധിക്കില്ല. അപ്പോൾ ആ മടി മാറ്റി വെക്കേണ്ടേ? എന്തുകൊണ്ടാണ് നമ്മൾക്ക് ഈ മടി ഉണ്ടായത്, അല്ലെങ്കിൽ ഒരു ജോലി ചെയ്യുന്നതിന് എന്താണ് തടസ്സം, ആ മടിയുടെ കാരണം എന്താണെന്ന് തീർച്ചയായിട്ടും നമ്മൾ തിരിച്ചറിയണം. അത് സ്വയം തിരിച്ചറിയാൻ മാത്രമേ മാർഗമുള്ളൂ. മറ്റുള്ള അസുഖങ്ങൾക്ക് മരുന്നുണ്ടെങ്കിലും നമ്മുടെ സ്വന്തം മടിക്ക് മാറ്റേണ്ട ഉത്തരവാദിത്വവും അതിനുള്ള മറുമരുന്ന് കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്വവും നമുക്ക് മാത്രമാണ്. അപ്പോൾ ഏത് രീതിയിലാണ് നമ്മുടെ മടിയുടെ ആ ശീലങ്ങൾ എന്താണോ, ആ ശീലങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും മാറ്റണം. ശീലം മാറ്റിയേ തീരൂ. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി വിജയത്തിന് ഏറ്റവും ആവശ്യം ഉത്സാഹമുള്ള, ചുറുചുറുക്കുള്ള ഒരു ജീവിതമാണ്. അവിടെയാണ് ഈ മടിയെന്ന് പറയുന്ന വില്ലൻ കടന്നു വരികയും നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും നമ്മൾ നല്ല പ്രഗത്ഭയാണെങ്കിൽ പോലും ലക്ഷ്യസ്ഥാനത്ത് നമുക്ക് എത്തണമെങ്കിൽ ഈ മടി മാറിയേ തീരത്തുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് മടിയൊരു ശത്രു തന്നെയാണ്. ആ മടിയൊരു രോഗമായി തന്നെ കണ്ടുകൊണ്ട് അതിനെ അടർത്തി മാറ്റി മുൻപോട്ട് നമുക്ക് പോകാൻ സാധിക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്.